അദ്ദേഹത്തിന് സങ്കടമുണ്ട്. അദ്ദേഹം നിരുപാധികം മാപ്പ് പറയുന്നു. ഒരിക്കലും കോടതിയെ അവഹേളിക്കാനോ വെല്ലുവിളിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ സംഭവവികാസങ്ങൾ ഈ രൂപത്തിൽ വന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നത് ഉൾപ്പെടെയുള്ള മാപ്പപേക്ഷ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചതിന് ശേഷം അറിയിക്കുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കോടതി ആവർത്തിച്ച് ചോദിച്ചത് എന്തായിരുന്നു ഇന്നലെ ആ റിലീസ് ഓർഡർ അവിടെ എത്താതിരിക്കാൻ കാരണം. അപ്പോൾ കോടതിയോട് അഭിഭാഷകൻ പറഞ്ഞത് ട്രാഫിക് ബ്ലോക്ക് കാരണം ആ കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് നാളെ എത്തിക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും കോടതിയിൽ പറഞ്ഞു. അപ്പോൾ കോടതി പറയുകയാണ് അദ്ദേഹം ഇന്ന് ഇറങ്ങിയോ നാളെ ഇറങ്ങിയോ എന്നതൊന്നും കോടതിയുടെ ഒരു വിഷയമല്ല, മേലിൽ അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ കോടതിയിൽ ഇങ്ങനെ ഈ ജയിലിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത് അല്പം ഗുരുതരമാണ്. അതൊരിക്കലും അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായാൽ അഭിഭാഷകൻ കൂടി പ്രശ്നത്തിലാകും. അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേടിയതുപോലെ ജയിലിന് മുന്നിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഒരു സമ്മാനം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെയൊക്കെയാണല്ലോ വന്നത്. അതുകൊണ്ട് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത്. അത് അഭിഭാഷകൻ കൂടി ഒരിക്കലും കോടതിയുടെ ഇത്തരത്തിലുള്ള ഈ സുപ്രീമസി അല്ലെങ്കിൽ മെജസ്റ്റിയെ ഒരിക്കലും അവഹേളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഇത് ആവർത്തിക്കരുതെന്ന് കോടതി താക്കീത് നൽകിക്കൊണ്ടാണ് തുടർ നടപടികൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും മേലിൽ ഈ വിധം വായ തുറക്കരുതെന്ന് അദ്ദേഹത്തോട് കൃത്യമായി കണിശമായി പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഈ മാപ്പപേക്ഷ നൽകുന്നു എന്നുള്ളത് കോടതി അംഗീകരിക്കുകയും തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വിഷയം തീർപ്പാക്കിയിരിക്കുന്നു. മുസ്തഫ, ഇന്നലെ എന്തുകൊണ്ട് ജയിൽ മോചിതനായില്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു അഭിഭാഷകൻ പറഞ്ഞത്? ഈ റിലീസ് ഓർഡർ ലഭിച്ചതിന് ശേഷം മെട്രോയുടെ പണി ഉൾപ്പെടെ നടക്കുകയാണ്. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കാരണം അങ്ങോട്ടേക്ക് എത്താൻ കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് നാളേക്ക് അത് മാറ്റിയത്. അല്ലാതെ മനഃപൂർവ്വം അത് വൈകിപ്പിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞു. അഭിഭാഷകർക്ക് റിലീസ് ഓർഡർ ഉൾപ്പെടെ കൈമാറിയിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് എത്താനുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് അത് കഴിയാതെ പോയി എന്നതുൾപ്പെടെയുള്ള വിശദീകരണമാണ് ആ വിഷയത്തിൽ നൽകിയത്. കോടതി തന്നെ നേരത്തെ തന്നെ 2 തവണയും ആവർത്തിച്ച് എന്തുകൊണ്ട് ഇന്നലെ റിലീസ് ഓർഡർ എത്തിയില്ല, കൃത്യസമയത്ത് അത് ഗ്രാന്റ് ചെയ്ത ഒരു സാധനം, അത് ആ ഓർഡർ എക്സിക്യൂട്ടീവ് ചെയ്തതിനു ശേഷം ആ ബോണ്ട് ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് ചെയ്തു. അതിനുശേഷം റിലീസ് ഓർഡർ ഇറങ്ങി. ഇത് കൃത്യസമയത്ത് 4:45 എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. പക്ഷെ 7 മണിക്ക് എന്തുകൊണ്ട് ജയിലിൽ ഇത് എത്തിയില്ല എന്നൊരു ചോദ്യമായിരുന്നു. അതിനാണ് ഇപ്പോൾ എന്തായാലും ഈ വിഷയം ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ പരിഗണിച്ച് അത് എത്താതിരിക്കാൻ ഒരു കാരണമായി. അതുകൊണ്ട് നാളെ എത്തിക്കാം എന്നുള്ള, അതായത് ഇന്നലെ എത്തിക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് എത്തിക്കാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അത് ഇന്നലെ നടക്കാതെ പോയി. ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ ഒരു കാരണമായി കോടതിയിൽ പറഞ്ഞു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴാണ് കോടതി പറഞ്ഞത് അദ്ദേഹം ഇനിയിപ്പം ഇന്നലെ ഇറങ്ങിയോ അല്ലെങ്കിൽ ഇന്നാണ് ഇറങ്ങുന്നത് എന്നുള്ളത് ഒരു കോടതിയുടെ വിഷയമല്ല. പക്ഷേ ഇങ്ങനെ ഐക്യദാർഢ്യം എന്നതൊക്കെ ഉൾപ്പെടെയുള്ള ഈ ജയിലിലെ പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ അത് കുറച്ച് ഗൗരവമാണ്, അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ ഈ വിഷയത്തെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഈ അഭിഭാഷകൻ പറഞ്ഞ വാക്കുകളെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ എന്തായാലും ഇങ്ങനെ അഭിഭാഷകൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്ന വാക്കുകളെ അവിശ്വസിക്കേണ്ടതില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം എന്തായാലും കോടതി തീർപ്പാക്കിയിരിക്കുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ഉണ്ടാകരുതെന്ന് കോടതി കർശനമായി തന്നെ താക്കീത് ചെയ്യുന്നു. അപ്പോൾ ഈ കോടതിയുടെ അപമാനിക്കുന്നത് തുല്യമാണെന്ന് ഹൈക്കോടതി ഇന്ന് വീണ്ടും ഉച്ചയ്ക്ക് ശേഷവും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബോബിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല നിർവ്യാജം ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഒരു മജസ്റ്റിയെ വെല്ലുവിളിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചത്. അതായത് മുസ്തഫ, ഇനി കരുതലോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. ഓരോ പ്രതികരണവും ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ശ്രദ്ധിച്ച് മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയൊരു താക്കീത്, കടുത്ത താക്കീത് കൂടിയില്ലേ കോടതിയിൽ നിന്ന്? ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂരിന് കർശനമായ താക്കീത് അല്ലെങ്കിൽ കർശനമായ നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഇന്ന് കോടതിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അഭിഭാഷകർ കൂടി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ്. നേരത്തെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടാൽ തന്നെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള പ്രതികരണം ആ രൂപത്തിൽ രാവിലെ പറഞ്ഞതിൽ നിന്ന് മാറിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിരുപാധിക മാപ്പപേക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കോടതിയിൽ സ്വാഭാവികമായും അഭിഭാഷകരും അത്തരം വാക്കുകൾ അദ്ദേഹത്തോട് ഇനി മേലാൽ ഈ വിധം വാക്കുകൾ ഉപയോഗിക്കരുതെന്നുൾപ്പെടെ അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട് എന്ന് അഭിഭാഷകർ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. സ്വാഭാവികമായും അദ്ദേഹം കരുതിയിരിക്കണം ഇപ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള
ഷോയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്പ്രയോഗങ്ങളോ ഉണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ അത് അദ്ദേഹത്തിന് തന്നെ വിനയാകുമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ട് കാണണം. ഇന്നലെ ഉണ്ടായ സാഹചര്യമല്ല ഇന്ന് നേരം പുലർന്നപ്പോഴത്തേക്ക് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാകും. മാത്രമല്ല ഇതിനൊക്കെ ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും അദ്ദേഹം ഈ ഐക്യദാർഢ്യത്തിന്റെ കാര്യവും അതോടൊപ്പം തന്നെ അവിടെ റിമാൻഡ് തടവുകാരുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധതയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ഉച്ചയാകുമ്പോഴേക്ക് ആ നിലപാടിൽ നിന്ന് പൂർണ്ണമായും പുറകോട്ട് പോയി എന്ന് മാത്രമല്ല നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലും ഏതെങ്കിലും തരത്തിൽ കോടതിയെ വെല്ലുവിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ തന്നെ നമ്മൾ കേട്ടതാണ്. എന്തായാലും കോടതിയിൽ അഭിഭാഷകരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കോടതി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ഈ ജയിലിന് മുമ്പിലുള്ള സ്വീകരണം ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ്. തടവുകാരോടുള്ള ഐക്യദാർഢ്യം ഉൾപ്പെടെ കോടതി വിമർശിച്ചതിനു ശേഷം കോടതി ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയതുപോലെയാണ് ജയിലിന് പുറത്തേക്ക് വന്നതെന്ന് ഉൾപ്പെടെയുള്ള പരിഹാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും വൻ ജനപിന്തുണയും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ആൾക്കൂട്ടവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ആ വാക്കുകൾ കൂടി ഉപയോഗിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏതെങ്കിലും തരത്തിൽ ഇതും ഉൾപ്പെടെ ഒരു ക്രെഡിറ്റ് ആണ് എന്നതുൾപ്പെടെയുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോളൂ എന്ന് കർശനമായ താക്കീത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഓരോ വാക്കുകളും ഈ സൂക്ഷിച്ചേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന തരത്തിലേക്ക് കോടതിയുടെ നടപടികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും.